നമ്മുടെ ഇന്ത്യ ഒട്ടാകെ വൈറലായ ഒരു പെൺകുട്ടിയുണ്ട്. വളരെ കുറച്ച് ദിവസമായിട്ടേ ഉള്ള ആ പെൺകുട്ടി ഇന്ത്യയിലൊട്ടാകെ വൈറലായിട്ട്. മഹാകുംഭമേളയിൽ അതീവ സുന്ദരിയായി വൈറലായ ഒരു പെൺകുട്ടിയാണ് മോണലിസ എന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെ മനം കവർന്ന ചാരക്കണ്ണുള്ള ആ സുന്ദരി ഒരു നാടോടി യുവതിയാണ്. തൻ്റെ അച്ഛനും അമ്മയ്ക്കൊപ്പം ഈ ഉത്സവ സ്ഥലങ്ങളിൽ പോയി കച്ചവടം ചെയ്യുന്ന ഒരു യുവതിയാണ്. വളരെ മനോഹരിയാണ്, വളരെ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ്. അതുപോലെ അതിൻ്റെ കണ്ണാണ് മെയിനായിട്ടും അട്രാക്ഷൻ എല്ലാവർക്കും ഉണ്ടാക്കുന്നത്. കാരണം വെച്ചാൽ അത്രയും ഭംഗിയുള്ള ഒരു ചാരക്കണ്ണ് ഇതുവരെ നമ്മൾ കേരളത്തിലല്ല ഇന്ത്യയിലൊട്ടാകെ കാണാൻ വളരെ എന്താ പറയുക വിരളമാണ്. ഇത്തരത്തിൽ ചാരക്കണ്ണുള്ള പെൺകുട്ടി അത്രയും ഭംഗിയുള്ള ഏതൊരു നാടോടി സ്ത്രീയാണ്. അപ്പം അത്രയ്ക്കും ഭംഗിയുള്ള ഒരു പെൺകുട്ടിയൊന്നും നമ്മൾ അങ്ങനെ കാണാറില്ല. ഇപ്പം എന്താ പറയുക നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഇത്രയും ടൗണിലൊക്കെ ഇങ്ങനെയൊക്കെ താമസിക്കുന്ന, നല്ല കിടക്കാൻ ഇടമുണ്ട്, ഉടുക്കാൻ നല്ല രീതിയിലുള്ള വസ്ത്രങ്ങളുണ്ട്, കഴിക്കാൻ നല്ല നല്ല ഭക്ഷണങ്ങളുണ്ട്, ഇത്രയൊക്കെ ഉണ്ടായിട്ടും നമ്മളിൽ പലരെയൊന്നും അത്ര വലിയ ഭംഗിയായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നാടോടി വിഭാഗത്തിൽ നിന്നും ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ആ പെൺകുട്ടി പെട്ടെന്ന് ഇന്ത്യയിലൊട്ടാകെ വൈറലായി, ഇല്ലേ? ഇന്ത്യയിലൊട്ടാകെ എല്ലാവരും ആ പെൺകുട്ടിയെ തിരിച്ചറിയാൻ തുടങ്ങി. ആ പെൺകുട്ടിയുടെ പേര് മോണോലിസ എന്നാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വളരെ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു നാടോടി കുടുംബമാണ്, ഇല്ലേ? ഈ തെരുവോരത്തൊക്കെ ഇരുന്ന് കച്ചവടം ചെയ്യുന്നത്. ഇപ്പം ആ പെൺകുട്ടി വൈറലായ സമയത്ത് ആ പെൺകുട്ടിക്ക് ഇപ്പം എവിടെയും ഇരുന്ന് കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരുപാടധികം ആൾക്കാർ ഈ പെൺകുട്ടിയെ കണ്ടെത്തിയതിന് ശേഷം അവിടെ ചെന്ന് ആ പെൺകുട്ടിയായിട്ട് സെൽഫി എടുക്കാൻ, ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ, ആ പെൺകുട്ടിയെ തൊടാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വേഗത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനെ ഉപദ്രവിക്കണം എന്ന് തന്നെ ഒരു വിവരവും ഇല്ലാത്ത, എന്താ പറയുക, ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത കുറെ ആളുകൾ അതിനെ പിടിച്ച് ഉപദ്രവിക്കണം എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്താ അല്ലേ, ഇത്ര ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആൾക്കാർ